അപ്പോൾ ബാക്കിയാണ് പറഞ്ഞതിൻ്റെ ബാക്കി ഇട്ട് പറയാം. അങ്ങനെ അന്ന് എനിക്ക് ഭയങ്കര നടുവും കാലും എല്ലാം നല്ല പെയിനായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും ഇത് വച്ചുകൊണ്ടിരുന്നത് ശരിയാവത്തില്ല. ഇങ്ങനെ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ കാല് കഴപ്പെന്ന് വെച്ചാൽ നമ്മൾ വച്ചുകൊണ്ടിരുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമാണെന്നാണല്ലോ, എക്സ്റേയിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവിടെ വന്നു. എൻ്റെ റിലേറ്റീവ് കുറേ പേരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നല്ലതാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ അന്ന് വന്നപ്പോൾ രാത്രി ഒരു 9 മണി കഴിഞ്ഞ്. കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വയ്യാണ്ടായാലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. മാക്സിമം അത് കുറയുന്നെങ്കിൽ കുറയട്ടെ അങ്ങനെ ഒരു ഇതിലിരിക്കും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. എനിക്ക് സഹിക്കാൻ വയ്യാതായി. അപ്പോൾ പിന്നെ എൻ്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു. അമ്മ എൻ്റെ വീട്ടിലായിരുന്നു, കുഞ്ഞിയുടെ വീട്ടിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയെ വിളിച്ചു, അമ്മ വന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഓട്ടോക്കാരനെയൊക്കെ വിളിച്ച് പോയപ്പോൾ ഒരു 8:30-9 മണിയായി. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ എത്തി കുറച്ച് നേരം കാത്തു നിന്നിട്ടാണ് ഡോക്ടർ വന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, മുട്ടിൻ്റെ അകത്താണോ പെയിന് അതേ കാല് ഫുള്ളാണോ പെയിനെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ ഇടിച്ച കാലാണ് പെയിൻ, പക്ഷേ ആ ഇടിച്ച പോർഷനിൽ മടക്കുമ്പോഴേ വേനുള്ളൂ. എനിക്ക് കഴപ്പെന്ന് വെച്ചാൽ ഈ കാല് ഫുള്ള് മുകളിൽ തൊട്ട് താഴെ വരെ ഭയങ്കര കഴപ്പാണ്. സഹിക്കാൻ വയ്യാത്തൊരു തരം തരിപ്പ് പോലത്തെ ഒരു വേദനയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇടിച്ചതിൻ്റെ ആണെങ്കിലും ഇത് കാലിൻ്റെ പ്രശ്നം കൊണ്ടല്ല ഈ പെയിൻ വരണത്, ഇത് നടുവിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ പെയിൻ വരണത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ നടുവിൻ്റെ പ്രശ്നം കാല് മാറി നടുവായോ എന്നാണ് ചിന്തിച്ചത്. എന്നിട്ട് ഡോക്ടർ ഒരു സംഭവത്തിൽ കിടത്തി എന്നെ നോക്കിയായിരുന്നു. ഒരു ഇത് വെച്ചിട്ട് കാല് തൂക്കിയിട്ട് കിടക്കാൻ പറഞ്ഞ് കിടന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് 1 മിനിറ്റ് പോലും ഡോക്ടർ ആദ്യം കിടന്ന് കാണിച്ചു തന്നു എനിക്ക്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഇതൊക്കെ സിമ്പിളല്ലേ, എനിക്കിപ്പോൾ കിടക്കാൻ പറ്റും എന്നാണ് എൻ്റെ മൈൻഡിൽ. കാര്യം ഡാൻസ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ഓരോന്നും ചെയ്യുന്നതല്ലേ, അപ്പോൾ പറ്റും എന്നൊരു മൈൻഡായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ ഒരു മിനിറ്റ് 1 സെക്കൻഡ് പോലും കിടക്കാൻ പറ്റുന്നില്ല. പറ്റണില്ലെന്ന് വെച്ചാൽ കിടന്നിട്ട് കാലങ്ങനെ തൂക്കിയിടുമ്പോൾ കാല് ഭയങ്കര പെയിനാണ്. കാലെന്തോ വല്ലാത്തൊരു വലിഞ്ഞ് മുറുകണ പെയിനായി, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പം പിന്നെ ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ എണീറ്റത് ഇന്ന്. അപ്പോൾ പറഞ്ഞു എന്തായാലും ഇത് നടുവിൻ്റെ പ്രശ്നമാണ്, ഒരു കാര്യം ചെയ്യും, MRI എടുക്കുക, എന്നിട്ടൊരു നീര് പോകാൻ വേണ്ടിയിട്ടൊരു മരുന്ന് തന്നു. എന്നിട്ടൊരു MRI എടുത്തിട്ട് വാ, MRI എടുത്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആ മരുന്ന് 3 ദിവസം ഇട്ടിട്ട് MRI എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് ഒരു മരുന്നായിരുന്നു, അത് 3 ദിവസം ഇട്ടു. 3 ദിവസം ഇട്ടിട്ട് MRI എടുക്കാൻ പോയി. MRI എടുത്ത് MRIയുടെ റിസൾട്ടും കൊണ്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നടുവിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ MRIയിൽ നടുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ചധികം പ്രശ്നം ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഇത് 3-4 മാസം കഴിഞ്ഞാലേ 3-4 മാസം പൂർണ്ണമായിട്ടും നല്ലവണ്ണം റെസ്റ്റ് എടുക്കണം. ഇപ്പം ഈ പൊക്കോണ്ടിരിക്കുന്ന എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സും എല്ലാം സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഒരു ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് 2 മണിക്കൂറേ ഇവിടെ ക്ലാസ് ഉള്ളൂ, അപ്പോൾ അതിന് പോകാൻ പറ്റുമോ? 2 മണിക്കൂറല്ലേ ഉള്ളൂ എന്ന മൈൻഡിലാണ് ചോദിച്ചത്. ഡോക്ടർ എല്ലാവരും നോട്ടം നോക്കി. എന്നിട്ട് പറഞ്ഞു ഇരുന്നേ കൂടാ, നടന്നുകൂടാ, കിടക്കണം. 2 മണിക്കൂറൊക്കെ പോയിരിക്കുമ്പോൾ പിന്നെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെയിനാണ്, അത് ഓൺലൈൻ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ് എല്ലാം സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞ്. ഒരു 3-4 മാസം കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്താലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുള്ളൂ. കാര്യം നല്ല പ്രശ്നമുണ്ട്, MRIയിൽ നല്ല പ്രശ്നമുണ്ട്. പിന്നെ നല്ല നീരും ഉണ്ട് അതിൽ MRIയിൽ. അതിൽ റിപ്പോർട്ടിലും എഴുതിയിട്ടുണ്ട്, ലിംസിൻ്റെ ഒക്കെ നീരൊക്കെ എഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നാലും നീര് കുറഞ്ഞാലേ ബാക്കി അതിനുള്ളത് ചെയ്യാൻ പറ്റൂ, അപ്പോൾ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. പിറ്റേ ദിവസം ഈ പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം പിറ്റേ ദിവസം അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. വീട്ടിൽ പോയി നമ്മൾ അന്ന് പ്രിപ്പയർ ആയി അല്ല വന്നത്, നമ്മൾ ജസ്റ്റ് MRI കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം അമ്മയ്ക്ക് കുറച്ച് ആവശ്യമായിട്ട് കുറച്ച് ജോലിക്കും കാര്യങ്ങൾക്കും കുറേ
പോകണമായിരുന്നു. പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം 4-ാം തീയതി ആണ് ഞാനിവിടെ അഡ്മിറ്റ് ആവണത്. ഇന്നിപ്പോൾ 7 ദിവസമായി. വ്യത്യാസം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നീര് വ്യത്യാസമുണ്ട്. കാര്യം ഫസ്റ്റ് 2 ദിവസം തടവുമ്പോൾ ഭയങ്കര പെയിനായിരുന്നു. പെയിനെന്ന് പറഞ്ഞാൽ അത് ഈ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ വന്ന് തടവൽ നീരായി ഇരുന്നിട്ട് തടവൽ കിട്ടിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഭയങ്കര പെയിനാണത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല, അത്ര പെയിനാണ് അത്. ഓരോരുത്തരും പുറത്തുള്ള ഇതനുസരിച്ചാണ്. എൻ്റെ 2 കാലിലും നല്ല നീരുണ്ടായിരുന്നു. നല്ല നീരുണ്ടായിരുന്നു 2 കാലിലും. 2 കാലിലും ഇവിടെ ഹിപ്പിലും ബട്ടക്സിലൊക്കെ നല്ല നീരായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ നീര് തടവി ഇത് ചെയ്യുമ്പോൾ പെയിൻ കാണും. 2 ദിവസം ഞാൻ നന്നായിട്ട് കരഞ്ഞു വെച്ചാൽ നന്നായിട്ട് കരഞ്ഞു. ഫസ്റ്റ് ഡേ അമ്മ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഫുൾ അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് വെളി സഹിക്കാൻ വയ്യാതെ അവസാനം തടവിയിട്ട് ഡോക്ടർ ഇറങ്ങിപ്പോയപ്പോൾ അമ്മ റൂമിൽ കയറി മക്കളെ വേദന എടുക്കുന്നു എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ കരഞ്ഞു. ഞാൻ അമ്മയും കൂടെ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇത് തടവലുള്ളതിൻ്റെ അന്ന് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാം. ആദ്യത്തെ 2 ദിവസം തടവലായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കിഴിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തടവൽ, പിന്നെ കിഴി, ഇന്ന് മസാജ്, എന്നും തടവലായിരുന്നു. ഫസ്റ്റ് ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വ്യത്യാസമുണ്ട്. വ്യത്യാസമെന്ന് വെച്ചാൽ അത്രയും പെയിൻ ഇല്ല. പക്ഷേ എൻ്റെ വലത് കാലാണ് ഇടിച്ചത്. വലത് കാലിലെ നീര് കുറഞ്ഞു. ഇന്നിപ്പോൾ തടവിയപ്പോൾ എനിക്ക് വലത് കാലിൽ പെയിനൊന്നുമില്ല. പക്ഷേ ഇന്ന് പെയിൻ ഇടത് കാലിലാണ്. ഇടത് കാലിലെന്ന് വെച്ചാൽ ഇടത് കാലിൻ്റെ ഉള്ളിൽ നല്ല നീരുണ്ടായിരുന്നു. അപ്പോൾ ഈ 4-5 ദിവസമായിട്ട് തൈലം ഇതിട്ട് നമ്മൾ ഇത് ചെയ്തപ്പം ഉള്ളിലെ നീരെല്ലാം പുറത്ത് വന്നു തുടങ്ങി. അപ്പോൾ ഇപ്പം ഇടത് കാലിൽ തടവി നല്ല പെയിനായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ നല്ല പെയിനായിരുന്നു. നല്ല പെയിനെന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനായിരുന്നു. തടവി കഴിഞ്ഞിട്ട് പിന്നെ ഒരുമാതിരി മുളക് അരച്ച് തേച്ച കണക്ക് ഉള്ള നീറ്റലാണ്. അത് എനിക്ക് തോന്നുന്നു ഇടതുകാലിൽ നീര് വരാൻ കാര്യം, ഞാൻ ഇതിന് മുന്നേ കുറേ തവണ എനിക്ക് ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ കാലിനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കാലിൻ്റെ പാദത്തിലൊക്കെ ആയതുകൊണ്ട് അന്നും 3-4 ദിവസം മരുന്ന് കഴിച്ച് ഇതുപോലെ വേറൊരു വൈദ്യൻ്റെ ഇവിടെ പോയി തടവുകയൊക്കെ ചെയ്തപ്പോൾ അന്ന് കുറഞ്ഞു. പിന്നെ വേറൊന്നും മൈൻഡാക്കിയില്ല. എനിക്ക് തോന്നുന്നു ആ ഇടിച്ച നീര് മുഴുവൻ കാലിൽ കാണും. അന്നത് പൂർണ്ണമായിട്ടും ഒന്നും മാറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. അത്രയും സിവിയറായിട്ടുള്ള സ്ഥലത്ത് മാത്രം ജസ്റ്റ് ഇത് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പം വണ്ടിയിൽ നിന്ന് വീഴുമ്പോഴും ഒക്കെ സ്വാഭാവികമായിട്ടും മൊത്തത്തിലിടിക്കുമല്ലോ. കാലൊക്കെ ഈ ചതഞ്ഞതായിട്ട് കിടന്നിട്ടുണ്ട്. പക്ഷേ മുറിവെണ്ണയൊക്കെ ഇട്ടിട്ട് അത് മൈൻഡാക്കാതെ കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ നിഗമനമാണ്. ഇടത് കാലിൽ നല്ല നീരുള്ളതുകൊണ്ട് പെയിനുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ മരുന്ന് തുടങ്ങി. ആദ്യത്തെ 2 ദിവസം തടവലായിരുന്നു. പിന്നെ 2 ദിവസം കിഴി. അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മരുന്ന് 2 ദിവസം മുന്നേ തുടങ്ങി. മരുന്ന് കഴിക്കുമ്പോൾ പഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെക്കാട്ടിയും കോമഡി, മരുന്ന് തന്നതിൻ്റെ അന്ന് അമ്മ രാവിലെ പോകുന്നു. അമ്മ രാവിലെ പോയിട്ട് അമ്മ വൈകിട്ടേ വരത്തുള്ളൂ. അപ്പം മരുന്ന് തന്നതിൻ്റെ അന്ന് അമ്മ അറിഞ്ഞില്ല മരുന്ന് തന്നവരെ. അന്ന് എൻ്റെ ഒരു മാമൻ്റെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. അപ്പോൾ ഇവരെല്ലാം പാലുകാച്ചിനൊക്കെ പോയി. മരുന്ന് തന്നിട്ട് രാവിലെ ഡോക്ടർ മരുന്ന് തന്നിട്ട് പോയി. അപ്പം അവിടെ പാലുകാച്ച സ്ഥലത്ത് ചിക്കനും പെറോട്ടയും അപ്പം അങ്ങനെ സംഭവങ്ങളായിരുന്നു. അപ്പോൾ എനിക്കിവിടെ അല്ലാത്ത ഫുഡല്ലേ, അല്ലാതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ ചോറും കറിയും അങ്ങനത്തെ തന്നെ. പക്ഷേ ഞാൻ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഉണ്ടാവേണ്ട ആളാണല്ലോ. അതുകൊണ്ട് അവർ എനിക്ക് ഫുഡൊക്കെ അമ്മേരെ കൊടുത്തു വിട്ടു. ചിക്കനും പെറോട്ട എല്ലാം കൊടുത്തു വിട്ടു. അമ്മ ഇത് രാത്രി അമ്മ ഇത് കൊണ്ടുവന്നപ്പം രാത്രിയിലത്തേക്കുള്ള മരുന്ന് ഡോക്ടർ കൊണ്ട് തന്നപ്പോഴാണ് അമ്മ അറിയുന്ന മരുന്ന് തന്നു തുടങ്ങിയാലും. അപ്പം ഞാൻ വെറുതെയെങ്കിലും അമ്മ എടുത്ത് പറഞ്ഞ് അമ്മ ഒന്ന് പോയി ചോദിച്ചു നോക്ക് പഥ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന്. കാര്യം ചിക്കൻ കൊണ്ടുവന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിക്കൻ കഴിക്കാൻ പാടില്ലെന്ന്. ഉള്ളതെല്ലാം കൂടെ കെട്ടിച്ചെന്നുകൊണ്ട് വന്ന് വെറുതെ ആയി സത്യം പറഞ്ഞ്. കുറേ സംഭവങ്ങൾ, ചിക്കൻ മീൻ കഴിക്കാൻ പാടില്ല, പിന്നെ ഫ്രൂട്ട്സ് കുറേ എണ്ണം കഴിക്കാൻ പാടില്ല, ഓറഞ്ച്, തണ്ണിമത്തൻ, അങ്ങനെ കുറേ സംഭവം. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കുറേ പേര് കാണാൻ വന്നപ്പം ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അന്നത്തെ കാര്യമാണ് ഇത് ഞാൻ പറയുന്നത്. കാണാൻ വന്നപ്പോൾ അവർ ഒരു തണ്ണിമത്തൻ, ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നു. അതൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അതൊന്നും എടുത്ത് കഴിച്ചുമില്ല. പിന്നെ മാമനെ വിളിച്ചിട്ട്
ആ ഫുഡൊക്കെ അമ്മൻ്റെ കൊടുത്തു വിട്ടു. അതവനെ ഇവിടെ വെച്ചിരുന്നാൽ അത് ചീത്തയായിപ്പോവും, അതുകൊണ്ട് കൊടുത്തു വിട്ടു. കഴിക്കാൻ പറ്റില്ല. പിന്നെ മുട്ടയൊക്കെ കഴിക്കാം, മുട്ട കഴിക്കാം, മട്ടൻ കഴിക്കാം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കഴിക്കാം. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇതാണ് ഇതിൻ്റെ ഫൈനലി. ഇന്ന് കുറയും, എപ്പോൾ ഇത് ഓക്കെ ആവുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം നീരിന് വ്യത്യാസമുണ്ട്. എന്നാലും ഉള്ളിലുള്ള സംഭവം മാറണമെങ്കിൽ ടൈം എടുക്കുമല്ലോ. അപ്പോൾ അത് ഒരു 3-4 മാസം ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കണേ. അപ്പം നീര് മാറുമ്പോൾ നമുക്ക് ഈ പ്രൈമറി ആയിട്ടുള്ള വേദനകൾ, അതായത് ഈ കാലുകഴപ്പ്, ഇതൊക്കെ ഒരു പരിധിവരെ ആശ്വാസം വരും. പക്ഷേ അകത്തുള്ള സംഭവം നമ്മൾ മൈൻഡാക്കാണ്ട് വീണ്ടും സ്ട്രെയിൻ എടുത്താൽ അത് വീണ്ടും പ്രശ്നമായി, ഇതിനെക്കാട്ടിയും വലിയ അവസ്ഥയാവും. അതുകൊണ്ട് അതെന്തായാലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാണ് ബാക്കി. അതാണ് ഇന്ന് വരെയുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇത് വന്നത് കാരണം ഞാൻ കുറേ സംഭവങ്ങൾ മുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിതൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ, ഇത് വരുമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ഇതിന് മുന്നേ കുറേ ആയിട്ട് എനിക്ക് 22-ാം തീയതി വർഷത്തെ ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു കേട്ടോ. ആ പ്രോഗ്രാമിന് അതിന് ശേഷം കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി വിളിച്ചവരും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരിത് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അവരുടെ പേഴ്സണലി ഒന്നും പറയാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഇങ്ങനെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവണത്. അപ്പം അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ഇത്രയാണ് എനിക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, കുറച്ച് പേരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, അടുത്ത് ചോദിച്ചു എന്തോ പറ്റി, വീഡിയോ കണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. കുറച്ചൊന്നും ഒരുപാട് പേരൊന്നും ഇല്ല, 1-2 പേര് ചോദിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത്രേ ഉള്ളൂ. ബൈ.